നമസ്കാരം. നമ്മൾ മനുഷ്യരൊക്കെ വളരെ ദുർബലരാണെന്നും അല്ലെങ്കിൽ വളരെ നിസ്സാരക്കാരാണെന്നും പ്രകൃതി ഇടയ്ക്കിടയ്ക്ക് മുന്നറിയിപ്പ് തരും. പ്രകൃതി കഴിഞ്ഞ ദിവസം തന്ന വലിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിന് നടുക്കത്തിലാണ് നമ്മളെല്ലാവരും. പത്രത്താളുകളിലായാലും സോഷ്യൽ മീഡിയയിലായാലും എവിടെയായാലും നടുക്കുന്ന വാർത്തകളും ചിത്രങ്ങളുമാണ്. പ്രകൃതി ഇടയ്ക്കിടയ്ക്ക് തരുന്ന മുന്നറിയിപ്പാണ്. പുറത്തേക്ക് വാതിലും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇരുണ്ട കർക്കിടകത്തിൻ്റെ ആ ഭീകരമായൊരു അന്തരീക്ഷമാണ്. കർക്കിടകത്തിലെ ഈ ദുരിതപ്പെയ്ത്തുകളൊക്കെ കഴിഞ്ഞ് ചിങ്ങം വെളുക്കും. പ്രകൃതി തന്ന ഈ മുന്നറിയിപ്പുകൾ നമ്മൾ സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യും. ഈ ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ വീടില്ലാത്തവരും സമ്പാദ്യം മുഴുവൻ ഒലിച്ചുപോയവരുമായിട്ടുള്ള വളരെ കുറച്ചാളുകളുടെ മാത്രം സ്വകാര്യ ദുഃഖമായി പ്രകൃതിയുടെ ഈ മുന്നറിയിപ്പ് അവശേഷിക്കും. ബാക്കിയുള്ള എല്ലാ ആളുകളും, മിക്ക ആളുകളും ഇതൊക്കെ മറക്കും. അവരെന്നിട്ട് അവരായിട്ട് പണിത് വച്ചിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ ആ മതിൽക്കെട്ടിനകത്ത് അവരുടെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടം തുടങ്ങുകയും ചെയ്യും. ഇതൊരു തുടർക്കഥയാണ്. ഓരോ പ്രാവശ്യവും പ്രകൃതി തരുന്ന ഈ മുന്നറിയിപ്പ് നമ്മൾ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നഷ്ടപ്പെടുന്നത് നേരെ ഇത് ബാധിച്ച ആളുകളെ മാത്രമാണ്. ഇപ്പോൾ കേരളം മുഴുവൻ ഒന്നടങ്കം അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ചിങ്ങം വെളുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ രൂപവും ഈ ഭാവമൊക്കെ മാറും എല്ലാവരുടെ. പിന്നെ ഒരു സെലിബ്രേറ്റിംഗ് മൂഡായി, പിന്നെ സൗകര്യപൂർവ്വം ഇതൊക്കെ വിസ്മരിച്ചിട്ട് എല്ലാവരും അവരവരുടെ ലോകത്തേക്ക് വ്യാപൃതരാവുകയാണ്. പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പലപ്പോഴായി പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം 2 പ്രാവശ്യം ചിരിക്കും അത്രേ. വൈദ്യൻ രോഗിയോട് ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുമ്പോഴാണ് ആദ്യം ദൈവം ചിരിക്കുന്നത്. പിന്നെ ദൈവം ചിരിക്കുന്നത് കുടുംബസ്വത്ത് ഭാഗിച്ച് കിട്ടിക്കഴിയുമ്പോൾ, അങ്ങനെ കിട്ടിയ ഭൂമി അളന്ന് തിരിച്ച് ഇതെൻ്റെയാണെന്ന് സഹോദരങ്ങൾ ഊറ്റം കൊള്ളുമ്പോഴും ദൈവം പൊട്ടിച്ചിരിക്കും അത്രേ. ഈ ഊറ്റം കൊള്ളുന്നവർക്കൊക്കെ അറിയാം, ഇന്നലെ ഇത് നമ്മുടെ ആയിരുന്നില്ല, നാളെ ഇത് നമ്മുടെ കയ്യിലായിരിക്കുന്നു, യാതൊരു ഉറപ്പുമില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഊറ്റം കൊള്ളുന്നത്. ഇത് കാണുമ്പോഴും ദൈവം പൊട്ടിച്ചിരിക്കും അത്ര. ഇതുമാത്രമൊന്നുമല്ല, ദൈവം വീണ്ടും വീണ്ടും ചിരിക്കുന്ന ഒരുപാട് പ്രവൃത്തികൾ അറിയാതെ പോലും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ അഹങ്കരിക്കുമ്പോൾ, ഈ ലോകം നമ്മുടെ കാൽക്കീഴിലാണെന്ന് ധരിക്കുമ്പോൾ, പ്രകൃതിയെ നോവിപ്പിക്കുമ്പോൾ, ഭൂമിയെ മുറിവേൽപ്പിക്കുമ്പോഴൊക്കെ ദൈവം ചിരിക്കാറുണ്ട്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ദുരന്തം ഇതുപോലെ പെയ്തിറങ്ങുന്നത് സ്വയം കൃതാനർത്ഥം കൊണ്ടാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ വീണ്ടും വീണ്ടും ചിരിക്കാൻ അനുവദിക്കാതിരിക്കുക. നന്ദി.